2007 പുറത്തിറങ്ങിയ ബിഗ് ബി എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. ബിഗ് ബി ഒരു ട്രെൻഡ് സെറ്ററായി മാറിയെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. 2005 റിലീസായ ഇംഗ്ലീഷ് ചിത്രം ഫോർ ബ്രദേഴ്സ് എന്ന ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രമേയം. ബിഗ് ബിയിലും 4 ബ്രദേഴ്സ്, സാമൂഹ്യ പ്രവർത്തകയായ മേരി ടീച്ചറിന്റെ 4 ദത്തുപുത്രന്മാർ, ബിലാൽ, എഡ്ഡി, മുരുകൻ, ബിജോ. ടീച്ചറിന്റെ കൊലപാതകത്തെ തുടർന്ന് സംസ്കാര ചടങ്ങിനെത്തുന്ന ബിലാൽ ഉഗ്രൻ എൻട്രി തന്നെയായിരുന്നു. സാറേ ജോർജ്, മരുപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. ഓരോ സിനിമയും വ്യത്യസ്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന മമ്മൂട്ടി ബിഗ് ബിയിലും നമ്മെ അതിശയിപ്പിച്ചു. മറ്റു സിനിമകളിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന ഭാവവ്യതിയാനങ്ങൾ കണ്ട് പ്രേക്ഷകർ രോമാഞ്ചം കൊള്ളുമെങ്കിൽ ബിഗ് ബിയിൽ അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. സിനിമയിൽ മുഴുവൻ സമയവും ബിലാൽ നിലനിർത്തിയ വ്യതിയാനമില്ലാത്ത ആ ഭാവമാണ് പ്രേക്ഷകരെ കിടിലം കൊള്ളിച്ചത്. മന്ദഗതിയിലും എന്നാൽ ഗൗരവത്തിലുമുള്ള സംഭാഷണങ്ങളും കോൾമേർ കൊള്ളിച്ചു. ബിഗ് ബിയിലെ ഡയലോഗുകൾ പ്രേക്ഷകന് മാത്രമല്ല സിനിമാക്കാർക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തി. അതിന് സമാനമായ ഡയലോഗുകളും പിന്നീടുള്ള സിനിമകളിൽ നാം കണ്ടു. കൊച്ചു പഴയ കൊച്ചില്ലെന്നറിയാം, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ. ബിലാൽ വീണ്ടും വരുമോ? വരുമെങ്കിൽ ബിലാൽ പഴയതായിരിക്കുമോ പുതിയതായിരിക്കുമോ? കാത്തിരുന്ന് കാണാം.